റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇടുക്കിയിലെ ലോ റേഞ്ചിലും ഹൈ റേഞ്ചിലും വീണ്ടും മഴ ശക്തമായിരിക്കുകയാണ്. മുൻകരുതലിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടം കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജലാശയങ്ങളിലെ ബോട്ടിംഗ്, കയാക്കിംഗ്, റാഫ്റ്റിംഗ്, കുട്ടവഞ്ചി സവാരി ഉൾപ്പെടെയുള്ള ജലവിനോദങ്ങൾ നിരോധിച്ചു. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ എല്ലാവിധ വിനോദസഞ്ചാരങ്ങളും സാഹസിക വിനോദങ്ങളും നിരോധിച്ചു. ഉത്തരവ് ലംഘിച്ചാൽ നടപടി സ്വീകരിക്കാൻ തഹസിൽദാർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാഹുൽ സുരേഷിന്റെ വിശദാംശങ്ങൾ നൽകാൻ. രാഹുൽ, അതീവ ജാഗ്രത വേണം, സുരക്ഷയോടെ തന്നെ മുന്നോട്ട് പോകണമെന്നുള്ളതാണ്, അത് കൃത്യമായി പാലിക്കുക എന്നുള്ളത് കൂടിയാണ്. ശ്രുതി, ഒരു ഇടവേളയ്ക്ക് ശേഷം ജില്ലയിൽ വീണ്ടും മഴ ശക്തമാവുകയാണ്. രാവിലെ മുതൽ അതിശക്തമായ മഴ ഇടവിട്ട് ജില്ലയിലെ ലോ റേഞ്ചിലും ഹൈ റേഞ്ചിലും തുടരുന്നുണ്ട്. ഉച്ചയോടുകൂടി ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതോടെയാണ് കടുത്ത നിയന്ത്രണങ്ങൾ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. വിനോദസഞ്ചാര മേഖലയിലും നിർമ്മാണ മേഖലയിലുമാണ് ഏറ്റവും കൂടുതൽ ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ജലാശയങ്ങളിലെ ബോട്ടിംഗ്, കയാക്കിംഗ്, റാഫ്റ്റിംഗ്, കുട്ടവഞ്ചി സവാരി ഉൾപ്പെടെയുള്ള എല്ലാവിധ ജലവിനോദങ്ങളും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ നിരോധിച്ചിരിക്കുന്നു എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള എല്ലാ മേഖലയിലും ഒരു വിധത്തിലുള്ള വിനോദസഞ്ചാര പ്രവർത്തികളും പാടില്ല എന്നും ഇപ്പോൾ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട്. ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ തഹസിൽദാർമാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. മലയോര മേഖലയിൽ രാത്രി 7 മണി മുതൽ രാവിലെ 6 മണി വരെ പ്രവേശന നിരോധനം ഉണ്ടായിട്ടുണ്ട്. ഒരു രീതിയിലുള്ള രാത്രികാല സഞ്ചാരവും അനുവദിക്കില്ല എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ഈ മലയോര മേഖലയിലൂടെയുള്ള അതിർത്തികളിൽ ഈ വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ ഉൾപ്പെടെ തടയും. അതിന് പോലീസിന്റെ സഹായം ജില്ലാ ഭരണകൂടം തേടുകയും ചെയ്തിട്ടുണ്ട്. ഖനന പ്രവർത്തനങ്ങളും നിരോധിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് പ്രവർത്തികൾ, തോട്ടം മേഖലയിലെ ജോലികൾ, ദേശീയപാത നിർമ്മാണം എന്നിവയുമായി ബന്ധപ്പെട്ട മുഴുവൻ നിർമ്മാണ പ്രവർത്തികളും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ നിർത്തിവെക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും മഴ ശക്തമാവുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിൽ ഭീഷണി ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് മുൻകരുതി അതിന്റെ ഒരു മുന്നൊരുക്കം എന്ന നിലയിലാണ് ഇപ്പോൾ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് ജില്ല പോകുകയും ചെയ്യുന്നത്. ഹൈ റേഞ്ചിലും ലോ റേഞ്ചിലും ഒരുപോലെ അതിശക്തമായിട്ടുള്ള മഴ ഇടവിട്ട് തുടരുന്നു എന്നതാണ് നിലവിലെ ജില്ലയിലെ സാഹചര്യം. ശ്രുതി, എന്തായാലും ജാഗ്രത പാലിക്കുക. റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശക്തമായ മഴയുണ്ടാകും. അപ്പോൾ ലോ റേഞ്ചിലും ഹൈ റേഞ്ചിലും ഒക്കെ ശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ജില്ലാ ഭരണകൂടങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക ജനങ്ങൾ എന്നുള്ളതാണ്. രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.